ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിലായി പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമോ എന്നുള്ള വിഷയമാണ്. നമ്മൾ ഇന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ ചോദ്യമായി ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ് ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൻ്റെ വരവ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ആരാണ് ക്രിസ്ത്യാനി എന്നും ക്രിസ്തുവിൻ്റെ വരവ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പഠിച്ചു. ഇന്നു മുതൽ നമ്മൾ ഒരു ചോദ്യമായി ചോദിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ വരവ് ശരിക്കും ക്രിസ്ത്യാനിക്ക് എന്താണ് എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ട് ബൈബിളിൽ നിന്ന് അതിന്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ കണ്ടെത്തുമ്പോൾ ആ ഓരോ ഉത്തരങ്ങളും നമ്മോട് പറയുന്നത് ഇത് ലാഭകരമാണോ ലാഭകരമല്ലയോ എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ പല ആവർത്തി വായിച്ചു പോയ ഒരു വാക്യമായിരിക്കാം ഇത്. എന്നാൽ നമുക്ക് ഈ വാക്യം ഒന്ന് പഠിക്കാനായിട്ട് ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ശ്രമിക്കാം. നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്: നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നമുക്ക് ഈ വാക്യത്തിനകത്ത് 3 കാലഘട്ടങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. അതിനകത്ത് പറയുകയാണ്, നാം വിശ്വസിച്ച സമയം. നാം വിശ്വസിക്കുന്ന സമയം എന്നല്ല, നാം വിശ്വസിക്കുവാൻ പോകുന്ന സമയം എന്നല്ല, നാം വിശ്വസിച്ച സമയം എന്ന് പറയുമ്പോൾ അതൊരു ഭൂതകാലത്തെ, പിന്നിൽ നടന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നാം വിശ്വസിച്ച സമയം. മുൻപ് എപ്പോഴോ നാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആ സമയത്തെ കുറിച്ചാണ് അത് പറയുന്നത്. 2-ാമത്തെ ഭാഗം ശ്രദ്ധിച്ച് നോക്കി. ഇപ്പോൾ എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ്. നാം ഇപ്പോൾ വായിക്കുന്ന സമയം, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന സമയം, ഇത് പഠിക്കുന്ന സമയം, അല്ലെങ്കിൽ നാം ജീവിക്കുന്ന സമയം, നാം ആയിരിക്കുന്ന സമയം, ഇതെല്ലാം ഇപ്പോൾ എന്ന വാക്കിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ആണ്. അങ്ങനെയാണെങ്കിൽ അത് വർത്തമാനകാലത്തെ കാണിക്കുന്നു. അപ്പോൾ നാം വിശ്വസിച്ച സമയം എന്നുള്ളത് നമ്മളുടെ ഭൂതകാലത്തെ കാണിക്കുന്നു. ഇപ്പോൾ എന്നുള്ളത് നമ്മുടെ വർത്തമാനകാലത്തെ കാണിക്കുന്നു. 3-ാമത് പറയുകയാണ്, നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അധികം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഇല്ലെന്നാണ്, അല്ലെ? അപ്പം ഇപ്പോൾ ഇല്ല, ഭാവിയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേ ഉള്ളൂ. വളരെ അടുത്ത, വളരെ നിയറ, പക്ഷെ എത്തിയിട്ടില്ല. അതാ അതിന്റെ അർത്ഥം. അപ്പൊ അടുത്തിരിക്കുന്നു പറയുമ്പോൾ അർത്ഥം എന്താണ്? അതൊരു ഭാവി കാലത്തെ കാണിക്കുകയാണ്. അപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം വിശ്വസിച്ച് പാസ്റ്റിലാണ്, ഭൂതകാലത്തിലാണ്, നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷയിലേക്ക് നാം എത്തിയിട്ടില്ല, നമ്മുടെ രക്ഷ അടുത്തിട്ടേ ഉള്ളൂ, നാം അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നൊരാശയമാണ് നമുക്ക് ഇവിടുന്ന് ആദ്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. ഈ രക്ഷ ഇത്ര അടുത്തെത്തിയിട്ടേ ഉള്ളൂ, രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിട്ടേ ഉള്ളൂ എങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന ചോദ്യങ്ങൾ നമ്മൾ സാധാരണ എപ്പോഴും കാണാൻ പറയുന്ന വാക്യമാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഈ വാക്യം നമ്മളോട് പറയും. രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഈ വാക്യം നമ്മളോട് പറയുക. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ അങ്ങനെ ആ വാക്യം പറയുന്നുവെങ്കിൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? ഈ വാക്യം പറയുകയാണ് രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. മറ്റൊരു വാക്യം പറയുകയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ചോദ്യം ഉണ്ടാകുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ നാം വിശ്വസിച്ച സമയത്ത്, നമ്മുടെ ഭൂതകാലത്ത് നാം രക്ഷിക്കപ്പെട്ടില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. രണ്ടാമതുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യം,
നാം ഇപ്പോൾ ശരിക്കും രക്ഷിക്കപ്പെട്ടവരല്ലേ? രക്ഷ അടുത്തു എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നാം ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. മൂന്നാമതുണ്ടാകുന്ന ചോദ്യം, നാം ഭാവിയിലെ രക്ഷിക്കപ്പെടത്തുള്ളൂ, രക്ഷ അടുത്തെത്തിയിട്ടേ ഉള്ളൂ, നാം അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ എങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ നാം സുരക്ഷിതരാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഞാൻ സേഫ് ആണ്, ഇന്ന് മരിച്ചാലും ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് പോകത്തുള്ളൂ, ഞാൻ ഇവിടെ യാതൊരു ഭയവും കൂടാതെ ജീവിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് എൻ്റെ നിത്യതയെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? കാരണം വാക്യം പറയുകയാണ് രക്ഷ അടുത്തിരിക്കുന്നു എന്ന്. ഈ വാക്യം കൃത്യമായി മനസ്സിലാകണമെങ്കിൽ നാം രക്ഷയുടെ 3 ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. 3 ഘട്ടങ്ങളിലായിട്ടാണ് രക്ഷ ഉള്ളത്, അല്ലെങ്കിൽ 3 പാർട്ടായിട്ടാണ്, 3 സ്റ്റേജുകളിലാണ് രക്ഷ പൂർത്തിയാകുന്നത്. 3 സ്റ്റേജുകളിലായിട്ടാണ്. പക്ഷെ ഈ കാര്യം നാം പഠിക്കാൻ വേണ്ടിയിട്ട് നാം മനുഷ്യനെ കുറിച്ചുള്ള, മനുഷ്യന്റെ 3 പാർട്ടുകളെ കുറിച്ചും ദൈവത്വത്തിലെ 3 ആളത്വങ്ങളെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മനസ്സിലാക്കി നാം മുൻപോട്ട് പോകുമ്പോൾ ഈ രക്ഷ അടുത്തിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ദൈവത്തിന്റെ 3 ആളത്വങ്ങൾ നമുക്കത് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ജസ്റ്റ് വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. മത്തായി സുവിശേഷം 22-19 വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. സ്ത്രീത്വത്തെ കുറിച്ച് ഒരുപാട് വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. നമ്മൾ അതെല്ലാം ഒന്നും പഠിക്കാനായിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ ഈ വാക്യം വായിച്ചു എന്നേ ഉള്ളൂ. ഈ വാക്യത്തിനകത്ത് പിതാവായ ദൈവം എന്ന് പറയുന്നുണ്ട്, പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്, ഒപ്പം തന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ചും പറയുന്നുണ്ട്. നമുക്കിത് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ത്രിയേക ദൈവമാണ്. 3 ആളത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാൻ ദൈവമാണ് ബൈബിൾ പരിചയപ്പെടുന്ന ദൈവം. ഈ ദൈവത്തെയാണ് 1-ാം നൂറ്റാണ്ട് മുതൽ എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. എല്ലാ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന 99% ആളുകളും സ്ത്രീത്വം അംഗീകരിക്കുന്നവരാണ്, സ്ത്രീത്വം വിശ്വസിക്കുന്നവരാണ്. ഈവൻ നമ്മൾ നാമധേയ ക്രൈസ്തവർ എന്ന് പറയുന്ന റോമൻ കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ CSI സഭയോ യാക്കോബയോ ഓർത്തഡോക്സോ ഒക്കെ പിതാവായ ദൈവത്തെയും ഈശോ മിശിഹായെയും പരിശുദ്ധ റൂഹായെയും അംഗീകരിക്കുന്നവരാണ്, ആ രീതിയിൽ ജീവിക്കുന്നവരും ആണ്. അപ്പോൾ എന്തായാലും ആ കാര്യം സംശയമൊന്നുമില്ല. ദൈവത്തിൽ 3 ആളത്വങ്ങളാണ് ഉള്ളത്. 1 പിതാവ്, 2 പുത്രൻ, 3 പരിശുദ്ധാത്മാവ്. ഓക്കെ, ഇനി മനുഷ്യനിലുള്ളത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ മനുഷ്യന്റെ 3 ഘടകങ്ങൾ അറിയണമെങ്കിൽ നമ്മളൊരു വാക്യം വായിക്കണം. തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് ഇങ്ങനെയാണ്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പം ഈ വാക്യത്തിനകത്ത് മനുഷ്യന്റെ 3 ഘടകങ്ങളെ കുറിച്ച് പറയുകയാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത് ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നു, രണ്ടാമത് പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നു, മൂന്നാമത് ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആത്മാവ്, പ്രാണൻ, ദേഹം. ദേഹം എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തെയാണ്, ബോഡിയെയാണ്. സോൾ, അതിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. സ്പിരിറ്റിനെയാണ് ആത്മാവ് എന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ മനുഷ്യനകത്ത് 3 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ആത്മാവുണ്ട്, മറ്റൊന്ന് പ്രാണനുണ്ട്, മൂന്നാമതായിട്ട് അവനൊരു കാണപ്പെടുന്ന ശരീരം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രക്ഷ എന്ന വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവിന്റെ കണ്ടീഷനെ കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യം എന്താണ്? എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു: അതിക്രമങ്ങളാലും
പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇനി യെശയ്യാവിന്റെ പുസ്തകം 59 അധ്യായം 2-ാം വാക്യം പറയുകയാണ്, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ ആത്മാവിന്റെ കണ്ടീഷൻ എന്താണ്? ശരിക്കും ആത്മാവിന്റെ കണ്ടീഷൻ അത് ഇന്നാക്റ്റീവ് ആണ്, അത് ഡെഡ് ആണ് എന്നുള്ളതാണ്. അതിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ആയിരിക്കുക. ഞാൻ പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ കാര്യമാണ്, അത് ഓർത്തു വെച്ചോണം. നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥ, മനുഷ്യ ആത്മാവ് ദൈവത്തെ ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ തന്നെ അവൻ ആത്മീകമായി മരിച്ചു, ദൈവത്തോടുള്ള ബന്ധത്തിൽ മരിച്ചു. ദൈവികമായ അംശമായിരുന്ന ആ ആത്മാവ് ദൈവത്തോട് പ്രതികരിക്കുവാനായിട്ട് കഴിയാത്ത രീതിയിൽ ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. ഇൻആക്റ്റീവ് ആണ്, അതിന് ആക്റ്റീവായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ബൈബിളിന്റെ ഭാഷയിൽ അത് ഡെഡ് ആണ്, അത് മരിച്ചിരിക്കുകയാണ്. ഇതാണ് സ്പിരിറ്റിന്റെ അവസ്ഥ, ആത്മാവിന്റെ അവസ്ഥ. ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് എന്താണ് വായിക്കുന്നത്? ആത്മാവിന്റെ രക്ഷയെ കുറിച്ചാണ് 8-ാം വാക്യം പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുക 2:17 അവൻ, അതായത് യേശു ക്രിസ്തു, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ആത്മീകമായി മരിച്ചു കിടക്കുകയായിരുന്നു. ആത്മാവിന്റെ കണ്ടീഷൻ ഇന്നാക്റ്റീവ് ആണ്, ദൈവത്തോട് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ അവസ്ഥയിൽ നമുക്ക് രക്ഷ വന്നപ്പോൾ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആത്മാവ് ജീവിച്ചപ്പോൾ നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനം വന്നു. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ തന്റെ മുഖത്തെ മറയ്ക്കുന്നത് പറയുന്ന ബൈബിൾ പറയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതം ആ സെക്കൻഡിൽ തന്നെ അവൻ ആത്മാവിൽ വീണ്ടും ജനിക്കുകയാണ്. അവന്റെ ആത്മാവിന് ജീവൻ വരികയാണ്, അവന്റെ ആത്മാവിന് ജീവൻ വരികയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, മനുഷ്യന്റെ ഒന്നാമത്തെ ഘടകമായ ആത്മാവിന്റെ അവസ്ഥ, അവൻ മരിച്ചു കിടക്കുകയായിരുന്നു. അവന് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചപ്പോൾ, യേശു എൻ്റെ പേർക്കാണ് മരിച്ചത്, എൻ്റെ നരകമാണ് സഹിച്ചത്, ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് എനിക്ക് പകരമായിട്ട് യേശു മരിച്ചു, ആ മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച്, യേശുവേ ഞാൻ അങ്ങേ എൻ്റെ കർത്താവായിട്ട് അംഗീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആത്മാവിന് ജീവൻ ലഭിച്ചു. നാം രക്ഷിക്കപ്പെട്ടു. ആത്മാവിൽ പിതാവുമായിട്ട് നമുക്ക് സമാധാനം, അവങ്കിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമായി. ഇതിൽ പങ്കുവഹിച്ചത് ദൈവത്തിന്റെ പങ്ക് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 3 പേഴ്സൺസ് ഇൻ ട്രിനിറ്റി, അല്ലെങ്കിൽ 3 ആളത്വങ്ങൾ. ഒന്നാമത്തെ ആളത്വം പിതാവ്. പിതാവ് നമ്മെ സ്നേഹിച്ചു. പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസത്തെ ദാനമായി നൽകിയത് പരിശുദ്ധാത്മാവാണ്. അതിനു മുൻപ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തിയത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്, ജോൺസ, നീ ഒരു പാപിയാണ്, നിനക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. പിതാവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ വീണ്ടെടുക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്, ഇനി അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വചനം കേട്ട്, ആ ഒരു ഉപദേശം കേട്ട് ഞാൻ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചു, രക്ഷ പ്രാപിച്ചു. അങ്ങനെ എൻ്റെ ആത്മാവ് ജീവൻ പ്രാപിച്ചു. അപ്പോൾ ആത്മാവിന്റെ രക്ഷ അത് കംപ്ലീറ്റഡ് ആണ്, രക്ഷിക്കപ്പെട്ടു. ഇനി അതിനു വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് ഇല്ല. ആത്മാവിന്റെ രക്ഷ പൂർണ്ണമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക്, നമ്മുടെ സോൾ, പ്രാണൻ. പ്രാണന്റെ അവസ്ഥ എന്താണ്?
പ്രാണന്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയും. നോക്കിയേ, ഈ വാക്യം പറയുന്ന ഞാൻ ഹൈലൈറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നന്മ വസിക്കുന്നില്ല. അതാണ് മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും പരമപ്രധാനമായ ഒരവസ്ഥ. നമ്മുടെ വികാരങ്ങളിൽ, നമ്മളുടെ ചിന്തകളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ ഉദ്ദേശങ്ങളിൽ നന്മ വസിക്കുന്നില്ല. അതാണ് മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രശ്നം. അത് പ്രാണനിലുള്ള പ്രശ്നം. പ്രാണനിലാണ് ചിന്ത, വികാരം, വില്ല്, ഇച്ഛ, അതൊക്കെ ഉള്ളത് പ്രാണനുമായി ബന്ധപ്പെട്ടിട്ട്. ഈ പ്രാണനകത്ത് നന്മയില്ല. നന്മ നമ്മൾ പഠിക്കുന്ന സ്കൂളിലും കോളേജുകളിലും വീട്ടിലും നാട്ടിലും സൺഡേ സ്കൂളിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ആളുകൾ പറഞ്ഞിരുന്ന നന്മകൾ ഇങ്ങനെ പഠിക്കുന്നല്ലാതെ ശരിയായൊരു നന്മ നമ്മൾ ശരിക്കും വസിക്കുന്നില്ല. എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദാവീദ് രാജാവ് പറയുന്നുണ്ട്, വിചാരങ്ങൾ ദൈവം അറിയുന്നു. നമ്മൾ ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തെ വെച്ച് വായിക്കുന്ന എങ്ങനെയാണ്? ദൈവമേ, എന്റെ വിചാരങ്ങൾ നീ മുന്നമേ ഗ്രഹിക്കുന്നു, നിന്റെ ഈ ജ്ഞാനം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അത്രയും വലിയൊരു ജ്ഞാനം നിനക്കുണ്ട്. എന്നിൽ നന്മ വസിക്കുന്നില്ല. ഞാൻ ഒരാൾക്ക് ഒരു ദാനം കൊടുത്താലും അതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. അത് എന്റെ സ്വാർത്ഥതയാണ്. ഞാൻ ഒരാളെ സഹായിച്ചാൽ അതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്, അതെന്റെ സ്വാർത്ഥതയാണ്. ഞാൻ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ അതിന്റെ പിന്നിൽ എന്തൊരു ഉദ്ദേശം എനിക്കുണ്ട്. ഞാൻ പൂർണ്ണമായി നന്മയുള്ള ഒരു മനുഷ്യനല്ല. ആരെ സഹായിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ മനുഷ്യനാണോ, അവന്റെ ഉള്ളിൽ നന്മ വസിക്കുന്നില്ല, തിന്മയാണ് വസിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, വേറൊരു പ്രമാണമാണ്. ആ പ്രമാണം അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എന്റെ ഉള്ളിലുള്ള ഈ പാപപ്രമാണം എന്ത് ചെയ്യാണ്? അത് എന്റെ ശരീരത്തെ കൊണ്ട്, എന്റെ അവയവങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണ്. എന്റെ അവയവത്തെ കൊണ്ട്, എന്റെ കയ്യെ കൊണ്ട് മറ്റൊരാളുടെ കരണത്തെ അടുപ്പിക്കുന്നത് എന്റെ പ്രാണനിലെ തിന്മയാണ്. അദ്ദേഹം എന്നെ എന്തോ പറഞ്ഞു, അത് കേട്ടിട്ട് തിരിച്ചവന്റെ മുഖത്തടിക്കാനായിട്ട് എന്റെ കയ്യെ കൊണ്ടുപോകുന്നത് എന്റെ പ്രാണനിലെ തിന്മയാണ്. നമ്മുടെ എതിരെ വാഹനവുമായി വരുന്ന ആളോട് ഗ്ലാസ് താത്തിയിട്ട് നീ എവിടുന്നാണ് വരുന്നേ എന്ന് ചോദിക്കുന്ന ആ ഒരു മനോഭാവം, ആ ഒരു വാക്ക് നമ്മുടെ നാവിൽ തരുന്നത് തിന്മയാണ്, നന്മയല്ല. നന്മ അങ്ങനെ പറയുമോ? ഇല്ല. നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ഭാര്യ ഭർത്താവ് നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ അവരോട് മോശമായ വാക്കുകൾ പറയിപ്പിക്കുന്നത് ഈ ഉള്ളിൽ വസിക്കുന്ന വേറൊരു പ്രമാണമാണ്, തിന്മയാണ്. അതൊന്നും നന്മയല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രമാണം വസിക്കുന്നുണ്ട്. അത് ബുദ്ധിയോട് പോരാടുന്ന ഒരു പ്രമാണമാണ്. അത് പാപത്തിന്റെ പ്രമാണമാണ്. ആ പ്രമാണമാണ് നമ്മളുടെ അവയവങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. കണ്ണുകൊണ്ട് അരുതാത്ത കാര്യം കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ തിന്മയാണ്.
കൈകൊണ്ട് അരുതാത്ത കാര്യം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ചിന്തയാണ്. ശരീരം കൊണ്ട് അരുതാത്ത കാര്യം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ചിന്തയാണ്. നാവ് കൊണ്ട് അരുതാത്ത കാര്യം അല്ലെങ്കിൽ അനുവാദമില്ലാത്ത കാര്യങ്ങൾ രുചിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ഉള്ളിൽ വസിക്കുന്ന തിന്മയാണ്. മനുഷ്യന്റെ പ്രാണനിൽ, മനുഷ്യന്റെ ചിന്തകളിൽ, മനുഷ്യന്റെ വിചാരങ്ങളിൽ, മനുഷ്യന്റെ ഉദ്ദേശങ്ങളിൽ നന്മ വസിക്കുന്നില്ല, തിന്മയാണ് വസിക്കുന്നത്. ആ തിന്മയാണ് അവനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോളിന്റെ, നമ്മുടെ പ്രാണന്റെ അവസ്ഥ എന്താണ്? പ്രാണന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്, നന്മയില്ലാത്ത അവയവങ്ങളെ പാപത്തിന് അടിമയാക്കുന്ന പ്രമാണം വസിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രാണൻ. ആത്മാവിന്റെ അവസ്ഥ എന്തായിരുന്നു? കംപ്ലീറ്റ്ലി ഡെഡ്, ഇൻആക്റ്റീവ് ആയിരുന്നു. ദൈവത്തോട് പ്രതികരിക്കാനേ കഴിയുന്നില്ല. അവിടെ ദൈവം നമുക്ക് ആത്മാവിന് ജീവൻ നൽകി. എങ്ങനെ? പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, പരിശുദ്ധാത്മാവിന്റെ വീണ്ടും ജനിപ്പിക്കുന്ന പ്രവർത്തനം, അതിലൂടെ നമുക്ക് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകി. നമ്മുടെ പ്രാണന്റെ അവസ്ഥ എന്താണ്? പ്രാണന്റെ അവസ്ഥ, അതിൽ നന്മ വസിക്കുന്നില്ല, തിന്മ മാത്രം വസിക്കുന്നു. ആ തിന്മ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. ഇതിന്റെ രക്ഷ എന്താണ്? അതിന്റെ രക്ഷ എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. കുരിശിന്റെ വചനം അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അതിന്റെ മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. നോക്കി, ആ ഹൈലൈറ്റ് ആയിട്ട് പദം നോക്കി, രക്ഷിക്കപ്പെടുന്ന, രക്ഷയിലൂടെ ചരിക്കുന്ന. അപ്പോൾ ആത്മാവ് ഫുള്ളി ഇന്നാക്റ്റീവ് ആയിരുന്നു, ഡെഡ് ആയിരുന്നു. ആത്മാവ് ജീവൻ നൽകി. പക്ഷെ പ്രാണനിൽ ഇപ്പോഴും എന്ത് വസിക്കുന്നു? ദുഷ്ടത വസിക്കുന്നു, തിന്മ വസിക്കുന്നു. അത് നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ പാപം ചെയ്യിപ്പിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്ന ഈ വാക്യം പറയുന്നത്? രക്ഷിക്കപ്പെടുന്ന, രക്ഷയിലൂടെ ചരിക്കുന്ന. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നാം ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കണ്ടിന്യൂസ് പ്രോസസ് നടക്കുകയാണ്. എന്താണ് അതിൽ ദൈവത്തിന്റെ പങ്ക്? അതിൽ ദൈവത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യം വരുത്തുകയാണ്. എന്താ ബോധ്യം വരുത്തുന്നത്? പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു, നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു, സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. കർത്താവ് പറഞ്ഞു, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങൾക്ക് ലഭിക്കും. ആ കാര്യസ്ഥൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരും, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്താണ് സത്യം? യോഹന്നാൻ 17:17, നിന്റെ വചനം സത്യം ആകുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ എന്താണ്? നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മോട് പറയുകയാണ്, ജോൺസ വഴി ഇതാണ്, ജോൺസ ചെയ്യേണ്ട കാര്യം ഇതാണ്, ജോൺസ നീ ഇപ്പോൾ ചെയ്ത ആ കാര്യം പാപമാണ്. ഇത് ബോധ്യം വരുത്തുന്ന കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്. എൻ്റെ കണ്ണ് തെറ്റായ ഒരു കാര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള തിന്മ എൻ്റെ കണ്ണിനെ കൊണ്ട് തെറ്റായ ഒരു കാര്യം നോക്കിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് പറയും, ജോൺസ ഇപ്പോൾ നീ കണ്ട കാര്യം പാപമാണ്. എൻ്റെ ഉള്ളിലുള്ള തിന്മ എൻ്റെ നാവിനെ കൊണ്ട് ഒരു പാപം ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദുഷ്ടവാക്ക് പറയിപ്പിക്കുമ്പോൾ, ചില ആളുകളെ കുറിച്ച് അതൊക്കെയാണ് ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ, അങ്ങനെ പറയിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ജോൺസ നീ പറഞ്ഞ വാക്ക് തെറ്റാണ്. പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുന്നൊരു പരാമർശം ബൈബിളിനകത്തുണ്ട്. എന്തിനാ കെടുത്താന്ന് പറഞ്ഞിരിക്കുന്നത്? അത് പ്രകാശം കൊടുക്കുന്നത് കൊണ്ടാ. അത് എന്ത് പറയാ, കത്തുന്നത് കൊണ്ടാ. കത്തുന്നതിനെ കെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ കെടുത്താൻ പറ്റൂ? പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള പ്രകാശം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിൽ ത്രിയേക ദൈവത്തിൽ മൂന്നാമത്തെ ആത്മമായ പരിശുദ്ധാത്മാവ് ആ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുന്നു.
കർത്താവ് ചെയ്യുന്ന കാര്യം എന്താ? യേശുക്രിസ്തു ചെയ്യുന്ന കാര്യം എന്താ? യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. നാം വായിക്കുന്നുണ്ടല്ലോ, നമ്മളുടെ മഹാപുരോഹിതൻ, നമ്മൾ ആ കാര്യം പഠിച്ചു, നമ്മളുടെ മഹാപുരോഹിതൻ നമ്മളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ആകയാൽ നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിന്റെ നായകനായ കർത്താവിനെ നോക്കുക എന്ന് പറയാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തിൽ കരുണയായി തീർന്നവൻ. യോഹന്നാൻ പറയുകയാണ്, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്ന കാര്യസ്ഥനായിരിക്കുന്നവൻ, അവന്റെ ക്രൂശ് മരണം നമ്മുടെ സകല പാപത്തിനും വേണ്ടിയിട്ടാണ് എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമ്മോട് പറയുകയാണ്. അപ്പോൾ യേശു കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണ്, പക്ഷപാതം ചെയ്യുകയാണ്. അവൻ ഏക മധ്യസ്ഥനാണ്. വേറെ മധ്യസ്ഥന്മാരാരുമില്ല, ഏക മധ്യസ്ഥനാണ്. ആ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവിനോട് പക്ഷപാതം ചെയ്യുകയാണ്. എന്താണ് പിതാവ് ചെയ്യുന്നത്? പിതാവ് നമ്മുടെ പാപത്തെ ക്ഷമിച്ച് തരുന്നു, നമ്മെ ശുദ്ധീകരിക്കും. പാപത്തെ ക്ഷമിച്ചു തരുന്നു. അതാണ് മെയിൻ പിതാവ് ചെയ്യുന്ന. നമ്മളൊരു ഉപമ കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട്. ഒരു മനുഷ്യൻ ഒരു തോട്ടം സ്ഥാപിച്ചു, അതിൽ നല്ലൊരു മരം നട്ടു, അതിന് വളം കൊടുത്തു, അതിന് വെള്ളം കൊടുത്തു, എല്ലാം നടന്നു. പക്ഷെ അത് ഫലം കായ്ക്കുന്നില്ല. അപ്പോൾ തോട്ടക്കാരനോട് പറയുകയാണ്, ഇതിനെ കൊണ്ടൊരു ഗുണവും ഇല്ല, വെറുതെ എൻ്റെ കാശ് പോയി, ഒരു കാര്യം ചെയ്യും, വെട്ടിക്കളഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ഈ തോട്ടക്കാരൻ പറയുകയാണ്, പ്രഭു നമുക്ക് ഒരു വർഷം കൂടെ നോക്കാം, ഞാൻ അല്പം കൂടെ വളം ഒന്നിട്ട് ആ കാടൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അതിന്റെ തടവൊക്കെ ഒന്ന് വെട്ടി കുറച്ച് വളമിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് നോക്കാം, അടുത്ത വർഷം ഒരുപക്ഷെ ഫലം കായ്ക്കുമായിരിക്കും. അത് കേട്ട് എന്ത് ചെയ്യാണ് ഈ ഉടമസ്ഥൻ തോട്ടക്കാരനെ സംബന്ധിച്ച്, ഓക്കെ വെട്ടണ്ട, നിൽക്കട്ടെ, നോക്കാം, നമുക്ക് ഫലം കിട്ടും, നീ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറയുക. അതേപോലെയാ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണ്. കുറച്ചുകൂടെ നീട്ടിക്കൊടുക്കാം, കുറച്ചുകൂടെ ക്ഷമിക്കാം, കുറച്ചുകൂടെ സഹിക്കാം, അവൻ നല്ലതാകും എന്ന് നമുക്ക് വേണ്ടി പറയുകയാണ്. ഇനി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ നമുക്കിടയിൽ നിന്ന് കർത്താവ് അതിന് മധ്യസ്ഥത വഹിക്കുകയാണ്. ഒരു വീട്ടില് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഇളയ മകൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു തെറ്റ് ചെയ്തു. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, മുറ്റത്ത് കളിച്ചുകൊണ്ട സമയത്ത് ജനലിലെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. ഇളയ പയ്യനാണ് ചെയ്തത്. വൈകിട്ട് അപ്പം വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു, ആരാടാ ജനല് പൊട്ടിച്ചേ? പൊട്ടിച്ച ഇളയ പയ്യനാണ്. പക്ഷെ മൂത്തയാള് പറയുകയാണ്, ഞാനാണ് പൊട്ടിച്ചത്. ഇളയവനെ സംരക്ഷിക്കുകയാണ്, നടുക്കാരി നിൽക്കുകയാണ് ഈ മൂത്തയാള്, ജ്യേഷ്ഠൻ നിൽക്കുകയാണ്. അതേപോലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ വായിക്കുന്നുള്ളൂ, അവൻ നമ്മുടെ സഹോദരനായ ജ്യേഷ്ഠ സഹോദരനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിനും നമുക്കും ഇടയിൽ നിൽക്കുകയാണ്, മധ്യസ്ഥത വഹിക്കുകയാണ്. എന്തിനാ? നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്. ഇത് ഓരോ ദിവസവും പ്രോഗ്രസിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആണ്. അപ്പോൾ ആത്മാവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, അത് കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന രക്ഷ ആത്മാവിന്റെ രക്ഷയല്ല. പ്രാണന്റെ കാര്യം അത് പ്രോഗ്രസിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടും അടുത്തിരിക്കുന്ന രക്ഷ അത് പ്രാണന്റെ രക്ഷ അല്ല. ഇനി മൂന്നാമത്തെ മനുഷ്യന്റെ ഘടകം എന്താണ്? മൂന്നാമത്തെ മനുഷ്യന്റെ ഘടകം ബോഡിയാണ്, ശരീരമാണ്, ദേഹമാണ്. ഓക്കെ, എന്താണ് അതിന്റെ അവസ്ഥ? ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് റോമാലേഖനം 7-ാം അധ്യായം 23-24 വാക്യം വായിക്കാം. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ശ്രദ്ധിക്കണമേ, അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന കാര്യം എന്താണ്? അവയവങ്ങളിൽ ഒരു പ്രമാണമുണ്ട്,
എന്നിട്ട് ആ പ്രമാണം നമ്മെ പാപം ചെയ്യിപ്പിക്കുന്നു, പാപത്തിന് നമ്മെ ബദ്ധനാക്കുന്നു. മരണമുള്ള ഒരു ശരീരമാണ്, അല്ലെങ്കിൽ മരണത്തിന് അധീനമായ ഒരു ശരീരമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പാപപ്രമാണത്തിനും മരണത്തിനും അധീനമായ ഒരു ശരീരമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ചിലപ്പോഴൊക്കെ പറയണം, എൻ്റെ ബ്രദറെ, ഞാന് ക്ഷമയുടെ നെല്ലിപ്പലക വരെ കണ്ടു, അടിക്കണ്ട 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 എന്നോർത്ത, പക്ഷെ ഉണ്ടല്ലോ അടിച്ചു പോയതാ ബ്രദറെ, എൻ്റെ കുഴപ്പമല്ല, ഞാൻ അടിച്ചു പോയതാ, എൻ്റെ തെറ്റല്ല, സംഭവിച്ചു പോയി, ഞാൻ പറഞ്ഞു പോയി, ഞാൻ വീണു പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഞാൻ ചെയ്തു പോയതാ, അത് എന്നെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാപത്തിന്റെ പ്രമാണം അത്ര തീവ്രമാണ്. ഈ ഉള്ളിലുള്ള ചിന്തകൾ, ദുഷ്ടത നിറഞ്ഞ, തിന്മ വസിക്കുന്ന, തിന്മയുള്ള ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, ഇച്ഛകൾ, അത് നമ്മെ കൊണ്ട് പല പാപങ്ങളും ചെയ്യിക്കുകയാണ്. ചിലരോട് അസൂയ നമുക്ക് തോന്നുന്നു, ചിലരെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നു, ചിലരെ കുറിച്ച് അപഖ്യാതി പറഞ്ഞു പരത്തുന്നു, ചിലരെ നമ്മൾ ഉപദ്രവിക്കുന്നു, ചിലരെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നു. ഇതെല്ലാം നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എൻ്റെ ശരീരം ഇത് നന്മയ്ക്ക് കീഴ്പ്പെടുന്ന ശരീരമല്ല, തിന്മയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു ശരീരമാണ്. എൻ്റെ ഈ അവയവം തിന്മയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു അവയവമാണ്. ഇനി അൾട്ടിമേറ്റ്ലി എൻ്റെ ഈ ശരീരം മരണത്തിന്റെ അധീനതയിലുള്ള ശരീരമാണ്. ഈ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിനെ സാക്ഷീകരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നോക്കിയേ, നമ്മളിലൊക്കെ എന്താ ഇല്ലാത്തത്? നമ്മളിലൊക്കെ ഇല്ലാത്തത് ജീവനാണ്. നമ്മുടെ ശരീരത്തെ ഓരോ ദിവസവും കാർന്ന് തിന്നുന്നത് മരണമാണ്. ജനിച്ച് കുറെ വർഷങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, പിന്നെ ഇങ്ങോട്ട് തളർന്നുകൊണ്ടിരിക്കുക. നടുവേദന, മുട്ടുവേദന, കാലുവേദന, തലവേദന, പിന്നെ കുറെ രോഗങ്ങളാ, ഷുഗറായി, കൊളസ്ട്രോളായി, ക്യാൻസറായി, അതായി ഇതായി ഒരുപാട് രോഗങ്ങൾ നമ്മെ വേട്ടയാടിയിട്ട് അതെല്ലാം കൂടെ നമ്മുടെ ശരീരത്തെ ക്ഷയിപ്പിച്ച് മരണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബർത്ത്ഡേയും മരണത്തിലേക്കുള്ള ഒരു വർഷം കൂടെ കൂടുകയാണ്. ഓരോ ദിവസവും മരണത്തിലേക്ക് ഓരോ ദിവസം കൂടി അടുക്കുകയാണ്. ഓരോ രോഗവും നമ്മെ മരണത്തിന് അധീനമാക്കുകയാണ്. കൂടുതൽ ബോഡി നന്നാവുകയല്ല, ശ്രദ്ധിക്കണമേ, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ശരീരം കൂടുതൽ നന്നാവുകയല്ല, കൂടുതൽ മോശമാവുകയാണ്. ഓരോ ദിവസം സംഭവിക്കുന്ന കാര്യം. ഇന്നലത്തേക്കാൾ നല്ല ബോഡി അല്ല ഇന്നലെ ഇല്ലാത്ത പല രോഗങ്ങളും ഇന്നത്തെ ഈ ശരീരത്തിനകത്തുണ്ട്. പോയി പരിശോധിച്ചാലോ എന്തെല്ലാം രോഗങ്ങൾ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന്. അപ്പൊ ശരീരം പാപപ്രമാണത്തിന് അടിമപ്പെട്ട ശരീരമാണ്, മരണത്തിന് അടിമപ്പെട്ട ശരീരമാണ്. എന്താ ഇതിന്റെ രക്ഷ? അതിന്റെ രക്ഷയെ കുറിച്ച് നമുക്ക് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 9-10 വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 9-10 വാക്യം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് ഭാവിയിൽ പൂർത്തിയാകുന്ന, രക്ഷിക്കപ്പെടുന്ന ഒന്നാണ്, ഭാവിയിൽ നടക്കുന്ന ഒന്നാണ്. മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നിലേക്ക് വരും. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51-52 വാക്യം. 1 കൊരിന്ത്യർ 15, 51, 52. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. സ്തോത്രം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം രക്ഷിക്കപ്പെടും, നാം രൂപാന്തരപ്പെടും. ഈ കോപത്തിൽ നിന്ന്, ഈ കോപത്തിന്റെ അവസ്ഥയിൽ നിന്ന് ജീവന
രക്ഷിക്കും. ഈ മരണത്തിന് അതീതമായ ശരീരത്തിന് ദൈവം വീണ്ടെടുപ്പ് നൽകും, രക്ഷ നൽകും, മോചനം നൽകും. ഈ ശരീരത്തിന് മാറ്റമുണ്ടാകും. ഇനി നമ്മൾ മണ്ണോട് മണ്ണ് വയ്ക്കുന്നു. ആ മണ്ണിൽ നിന്ന് നമ്മുടെ ദൈവം നമ്മെ അക്ഷയമായ ക്ഷയമില്ലാത്ത ഒരു ശരീരത്തോട് ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയ ദൈവമക്കളെ, എന്റെ പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഓർമ്മയിൽ കൊള്ളുകയാണ്. നമ്മുടെ ശരീരം ഇന്ന് പാപത്തിന് അധീനപ്പെട്ടൊരു ശരീരമാണ്. പക്ഷേ മരണത്തിന് അധീനപ്പെട്ട ശരീരം. എത്രയോ ആളുകളെ മരണം കീഴ്പ്പെടുത്തി. പക്ഷേ നമ്മുടെ കർത്താവ് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്റെ പൊന്നു ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, കർത്താവിന്റെ വരവാസന്നമായി കാരണം ഞാൻ അവിടെ ഓർപ്പിച്ച് പറയുകയാണ്. ദൈവം നമ്മെ ചേർക്കുവാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം വരും. നമ്മെ വിട്ടുപിരിഞ്ഞവർ ആ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അക്ഷയമായ, രൂപാന്തരപ്പെട്ട, ക്ഷയമില്ലാത്ത ഒരു ശരീരത്തോടുകൂടെ, മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ശരീരത്തോടുകൂടെ ഉയർത്ത് എഴുന്നേൽക്കും. എന്താണ് അവിടെ ദൈവത്തിന്റെ പങ്ക്? ദൈവത്തിന്റെ പങ്ക്, പിതാവായ ദൈവത്തിന്റെ പങ്ക്, ദൈവത്തിന്റെ സമയത്താണ് ആ കർത്താവിന്റെ വരവ്. പിതാവായ ദൈവത്തിന്റെ കാഹളം അവിടെയുണ്ട്. എന്താണ് പുത്രന്റെ പങ്ക്? പുത്രനായ ക്രിസ്തു തന്റെ ഗംഭീരനാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അവൻ പ്രത്യക്ഷനാകും, അവൻ ഇറങ്ങി വരും. എന്താ പരിശുദ്ധാത്മാവിന്റെ പങ്ക്? പരിശുദ്ധാത്മാവിന്റെ പങ്ക് നാം വായിക്കുന്നുണ്ട്. പിതാവായ ദൈവം ആണ് പുത്രനായ ക്രിസ്തുവിനെ ജീവിപ്പിച്ചത്. പുത്രനായ ക്രിസ്തുവിനെ ജീവിപ്പിച്ചവൻ നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നമ്മളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ആത്മാവ് ജീവിപ്പിക്കും, രൂപാന്തരം നൽകി തരും. പിതാവായ മുഴങ്ങുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, നമ്മുടെ ഈ ശരീരത്തെ മാറ്റും, രൂപാന്തരമാക്കി മാറ്റും. അപ്പോൾ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശരീരം മാറ്റുകയും യേശുവിനെ നാം മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയുടെ വീണ്ടെടുപ്പ് ഇതുവരെയും സാധ്യമായിട്ടില്ല. അത് പൂർണ്ണമായി സാധ്യമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന രക്ഷ, അധികം അടുത്തിരിക്കുന്ന രക്ഷ അതേതാണ്? അത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം. ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് രക്ഷയുടെ പൂർത്തീകരണം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം, ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരം? ഇന്ന് മുട്ടുവേദന കാരണം മീറ്റിങ്ങിന് പോകാൻ കഴിയാതെ, ശരീരത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, പാപത്തിൽ അടിമപ്പെട്ടുന്നത് കൊണ്ട് വളരെ നീറുന്ന ഹൃദയത്തോട് ജീവിക്കുന്ന നമ്മളോട് കർത്താവ് പറയുകയാണ്, ഞാൻ വരുമ്പോൾ നിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഈ കോപത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ വീണ്ടും ഞാൻ നിന്നെ രക്ഷിക്കും. ഞാൻ രക്ഷാപദ്ധതി പൂർത്തിയാക്കും. നിന്റെ ശരീരം എൻ്റെ ശരീരം പോലെ ആകുമെന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ്. നമ്മൾ അവനോട് സദൃശ്യന്മാരാകുമെന്ന് പറയുകയാണ്. പ്രതികൂലങ്ങൾ മാറുന്ന, പ്രതിസന്ധികൾ മാറുന്ന, കണ്ണുനീര് മാറുന്ന, പ്രയാസം മാറുന്ന, രോഗം മാറുന്ന ഒരു ശരീരം ലഭിക്കുവാനായിട്ട് പോകും. ഞാൻ പറഞ്ഞു, ഓരോ ശരീരം നമുക്ക് മെച്ചമാവുകയല്ല, മോശമായിക്കൊണ്ടേയിരിക്കുക. പക്ഷേ അങ്ങനെ മോശമാകുന്ന ശരീരത്തെ ഒരിക്കലും മോശമാകാത്ത ഒരു ശരീരത്തിൽ തരുവാനായിട്ട് നമ്മുടെ കർത്താവ് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വേദന നമുക്ക് മറക്കാൻ കഴിയട്ടെ. ലാഭകരമാണോ? തീർച്ചയായിട്ടും ലാഭകരം ആണ്. കണ്ണുകളടയ്ക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ശേഷം, പ്രത്യേകിച്ച്
നിയോഗിക്കപ്പെട്ട ആൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപിതാവായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ വരവ് ഏറ്റവും ലാഭകരമാണ് എന്ന് പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ ശരീരം ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ പലരും ഓരോ ദിവസവും അധികം ബലഹീനരായിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ പലരും പലപ്പോഴും പാപത്തിന്റെ അടിമത്വത്തിലേക്ക്, ആ ചിന്തകളുടെ അടിമപ്പെട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കോപത്തിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന്, ശരീരത്തിന്റെ ഈ ബലഹീനതയിൽ നിന്ന്, മരണത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കും എന്നുള്ളതിനായി സ്തോത്രം. ആ വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങ് വരുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ഇഹത്തിലെ പ്രശ്നങ്ങൾ ഇത് ലഘുവാണെന്നും താൽക്കാലികമാണെന്നും മനസ്സിലാക്കി ഇതിനേക്കാൾ വളരെ മെച്ചമായ, വളരെ മഹത്വകരമായ ഒന്ന് ലഭിക്കാൻ പോകുന്നത് മനസ്സിലാക്കി ഭക്തിയോടെ ജീവിപ്പാൻ, ഞങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ രക്ഷാപദ്ധതിയിൽ അങ്ങ് ത്രിയേക ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അങ്ങേക്കായി ജീവൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. തന്ന വചനത്തിനായി നന്ദി പറയുന്നു. തന്ന കൃപയ്ക്കായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അടിയൻ അപ്രയോനദാസനാണ്. അടിയന് പകരമായി അങ്ങ് സംസാരിക്കണം. ഞങ്ങൾ എല്ലാവരും ഈ വചനം പൂർണ്ണമായ ഫലം കണ്ട് ഞങ്ങൾ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും ക്രിസ്തുയേശുവിൻ നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ.